അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പ് സംഘം പിടിയിലായിരിക്കുന്നു. ഉത്തർപ്രദേശിലെ നോയിഡയിൽ നിന്നാണ് മൂന്നംഗ സംഘത്തെ കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് പിടികൂടിയത്. ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്ന ലോൺ ആപ്പ് നടത്തിപ്പുകാരാണ് നിതിൻ രാജിനെ ഭീഷണിപ്പെടുത്തിയത്. അർജുൻ കല്യാണോട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, നോയിഡയിൽ വെച്ച് ഈ സംഘത്തെ പിടികൂടിയിരിക്കുന്നു. ഈ വാർത്ത ആദ്യം നമ്മൾ അറിയിച്ചിരുന്നു നേരത്തെ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ് ചെയ്തേക്കുക. വീഡിയോസ് കാണുമ്പോൾ ആരും സബ് ഒന്നും ചെയ്യുന്നില്ല. കറക്റ്റ് ഇൻഫർമേഷനും കാര്യങ്ങളും എത്തിക്കാം. പിന്നെ അതുപോലെ തന്നെ ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. മെയിനായിട്ട് ജസ്റ്റിസ് ഫോർ നിതിനും കൂടെ കൊടുത്തു. ഞാൻ പറയാൻ വന്നൊരു കാര്യം, ഇവിടെ ലോൺ ആപ്പിലുള്ളവന്മാരെ പിടിക്കുന്നതാണോ ഈ വലിയ സംഭവമായിട്ട് കണ്ടിരിക്കുന്നത്? ആണോ? അല്ല. നിൽക്കി ഒരു കമൻറ്റ് ഞാൻ വായിച്ചു തരാം. ഒരു കമൻറ്റ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാവേ. ഒന്ന് വെയിറ്റ് ചെയ്യും. അതായത് നമ്മുടെ സീക്രട്ട് ഏജൻറ്റിൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ്. സായി ബ്രോ, എല്ലാത്തിനും ഒരു ദുരൂഹതയുണ്ട്. ഉച്ചയ്ക്ക് ചാടി എന്ന് പറഞ്ഞ കുട്ടിയുടെ സ്ട്രെച്ചർ വൈകിട്ട് ഡ്യൂട്ടിക്ക് കയറിയ ആൾക്കാരാണ് ക്ലീൻ ചെയ്തത്. അപ്പോൾ അതിൽ ഒരുപാട് ബ്ലഡ് ഉണ്ടായിരുന്നു. കാരണം അതിൽ ക്ലീൻ ചെയ്ത ഒരാൾ എൻ്റെ വൈഫാണ്. അവളോടൊക്കെ പറഞ്ഞത് 5ാം നിലയിൽ നിന്ന് ചാടി എന്നാണ്. വീണപ്പോൾ ഒട്ടും ബ്ലഡ് പുറത്ത് കണ്ടില്ല. പിന്നീടാണ് ബ്ലഡ് വന്നതെന്ന് പറയുന്നു. അതെന്താ സംഭവം? ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇന്നലെ സായി ചേട്ടൻ്റെ, അതായത് 2 ദിവസം മുമ്പുള്ള സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റാണിത്. 5ാമത്തെ നിലയിൽ നിന്ന് ചാടി എന്നുള്ള രീതിയിലാണ് അവർ നേഴ്സുമാരോടും ഡോക്ടേഴ്സിനോടൊക്കെ പറഞ്ഞെന്നാണ് ഇവിടെ പറയുന്നത്. കോളേജിലെ ആൾക്കാർ സത്യത്തിൽ 1ാം നിലയിൽ നിന്നാണ് എടുത്ത് ചാടിയത്. അപ്പോൾ തന്നെ എന്തോ ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ. പിന്നെ ഒരുപാട് ബ്ലഡ് വന്നെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു. കൊണ്ടൊന്നും ബ്ലഡും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഇപ്പം ഈ ആപ്പ് ഉണ്ടാക്കിയവന്മാരുടെ നെഞ്ചൊത്തോട്ടിട്ട് നൈസായിട്ട് അങ്ങ് മുങ്ങാം എന്നുള്ള രീതിയിലാണ്. ഒറ്റ ചോദ്യം, ഒരു കോളേജും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ എത്രമാത്രം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ആണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് എത്ര രൂപയുടെ അഡ്മിഷനാണ് മേടിക്കുന്നത്? നിങ്ങളിതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കോടികളുടെ ബിസിനസ്സാണ്. കോടികളുടെ ബിസിനസ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലുള്ള രാഷ്ട്രീയക്കാർ, പോലീസുകാർ പവർ ഉണ്ടെങ്കിൽ ആ കേസ് അവന്മാർക്ക് തിരിക്കാൻ പറ്റും. കേസും കാര്യങ്ങളൊക്കെ പുല്ലുപോലെ അവർക്ക് തിരിക്കാൻ പറ്റും. ഇത് ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബുദ്ധിയുള്ളവർക്ക് മാത്രം. ഇപ്പം ഈ ആപ്പിൽ കൂടെ ഭീഷണിപ്പെടുത്തിയവന്മാർ, ഇന്നലെ ഈ പറയുന്ന പയ്യൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സാറന്മാരൊക്കെ ചോദ്യം ചെയ്യുന്ന ആ സമയത്ത് ആപ്പിലുള്ളവന്മാരെ വിളിക്കുന്നതൊക്കെ നമ്മളെല്ലാവരും കണ്ടു കാണുമല്ലോ. ഓക്കെ, ഇവന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ തീരുമോ? ഞാൻ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കുക, നിങ്ങൾ പറ, തീരുമോ ഇല്ലയോ? ഇപ്പം ഈ കേസ് വളച്ച് പോവുകയാണോ അല്ലയോ? അതും കൂടെ നിങ്ങൾ പറ. എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഇതിപ്പോൾ എല്ലാം ഈ ആപ്പ് അവന്മാരുടെ നെഞ്ചത്തൊട്ടങ്ങിടും. അവന്മാർ കാരണമാണ് ഇതുണ്ടായേ എന്ന് പറയും. നിങ്ങൾ പറ. ഇവിടെ റാമും ആ ടീച്ചേഴ്സും അല്ലേ രക്ഷപ്പെടുന്നത്? ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ പിന്നെ അവരെന്തിനാണ് ജാമ്യാപേക്ഷ കൊടുത്തത്? ഈ ടീച്ചറും മറ്റേ റാമും പിന്നെ ആ ഒരു ടീച്ചറും. അപ്പോൾ ഇതിലെന്തൊക്കെ ഉണ്ട്? അപ്പോൾ നിങ്ങൾ ആ ഒരു കമൻറ്റ് നിങ്ങൾ വായിച്ചു കാണുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് ആ ന്യൂസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പം ചാനൽ എല്ലാവരും ഒന്ന് സബ് ചെയ്തേര്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊന്നും ഈ ഒരു കേസ് കേട്ടിൽ അങ്ങനെ വലുതായിട്ട് പറഞ്ഞിട്ടില്ല. കുറേ ആൾക്കാർക്ക് വീഡിയോ കിട്ടുന്നില്ല, നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ബെല്ലൈക്കൺ കൂടെ ഞെക്കിയാലേ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടത്തുള്ളൂ. ലോൺ ആപ്പ് സംഘം പിടിയിലായിരിക്കുന്നു. ഉത്തർപ്രദേശിലെ നോയിഡയിൽ നിന്നാണ് മൂന്നംഗ സംഘത്തെ കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് പിടികൂടിയത്. ഇൻസ്റ്റന്റ് ഫണ്ട്സ് ആദ്യഘട്ടം മുതൽ തന്നെ നിതിൻ രാജിന്റെ മരണത്തിൽ ഈ ലോൺ ആപ്പ് സംഘത്തിന്റെ ഭീഷണി ഉണ്ടായിട്ടുണ്ടാവാം എന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് അധ്യാപിക നൽകിയിട്ടുള്ള പരാതിയിൽ ഉൾപ്പെടെ, അതായത് നിതിൻ രാജുമായി ബന്ധപ്പെട്ട് നിതിൻ രാജ് എടുത്ത ലോണിന്റെ ഭാഗമായി അധ്യാപികയ്ക്കും ഭീഷണി കോളുകൾ വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധ്യാപിക പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അറസ്റ്റും ഈ പറയുന്ന സംഘത്തിലേക്ക് എത്താൻ പര്യാപ്തമായ രീതിയിലുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തത്. വിദ്യാർത്ഥി നിതിൻ രാജ് ലോൺ ആപ്പ് വഴി കടമെടുക്കുകയും തിരിച്ചടക്കാത്തതിനെ തുടർന്ന് റഫറൻസ് എന്ന രീതിയിൽ നൽകിയിരുന്ന ടീച്ചറുടെ നമ്പറിലേക്ക് നിരന്തരം കോളുകളും മെസ്സേജുകളും ഒക്കെ വരുന്ന. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കോളേജ് മാത്രമല്ല, മെഡിക്കൽ കോളേജും അതിനെക്കുറിച്ച് എല്ലാവർക്കും ഭയങ്കര മോശം അഭിപ്രായമാണ്. ഇപ്പോൾ ഒരുപാട് കേസുകളും കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ചെയർമാൻ ആരാണ്? ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറേ കാര്യങ്ങൾ ഇവർ ഡീറ്റെയിൽ പോലും പുറത്തു വിടുന്നില്ല. ഈ കോളേജിൻ്റെ ഒരുപാട് കേസ് കേട്ടുകളുണ്ട്. ഞാൻ കഴിഞ്ഞ വട്ടം സാധിച്ചിട്ടെൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ കമൻറ്റ്സ് എല്ലാവരും പുച്ഛിച്ച് കളുമല്ലോ. ചില കമൻറ്റ്സിനകത്ത് ഇവർക്കറിയാവുന്ന ചില ആൾക്കാർ ചില ഇൻ്റൊക്കെ കൊടുത്ത് ചിലവരൊക്കെ ഇവർ ശത്രുക്കളൊക്കെ ഉണ്ടല്ലോ, പേര് പോലും പുറത്തു വിടാൻ പറ്റാത്തവന്മാരൊക്കെ വന്നിട്ട് ചില ഡീറ്റെയിലൊക്കെ തന്നിട്ട് പോകും. അതൊക്കെ വെച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ ഒരു കേസ് ഇതിപ്പോൾ കണ്ടോ, ഇന്നും നാളെ എല്ലാം മീഡിയക്കകത്ത് ആപ്പ് വിഷയമായിട്ടങ്ങ് പോകും. ഇതങ്ങനെ പോകത്തുള്ളൂ. കൊച്ചിന് കിട്ടേണ്ട നീതി. പിന്നെ എൻ്റെ ആദ്യത്തെ 2 വീഡിയോയിലും ഈ പയ്യൻ്റെ നെഗറ്റീവായി പറഞ്ഞിട്ടുണ്ട്.
അത് ഞാൻ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരുത്തൻ്റെ മരണത്തിൻ്റെ അപ്പുറം വരില്ല, ഒരുത്തൻ്റെ മരണത്തിൻ്റെ അപ്പുറം ഒന്നും വരത്തില്ല. ഇപ്പം ഇവൻ്റെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മോശമാണെങ്കിൽ അത് വെച്ചിട്ട് ചിലപ്പം വരുത്തും. ഇപ്പം അവിടുത്തെ ലതയെന്ന് പറഞ്ഞ ടീച്ചർ മൊത്തം അവിടെ പറഞ്ഞു നിർത്തുന്നത് അവൻ്റെ കുറ്റങ്ങളായിരുന്നു. നേരത്തെ അവനെ നല്ല രീതിക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ടീച്ചർ ഇപ്പം അവൻ്റെ കുറ്റങ്ങൾ മൊത്തമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോളേജിൽ ഒരു മനുഷ്യർ പോലും അവിടെ പോയിട്ടില്ല. പിന്നെ ഹോസ്പിറ്റലിൽ നടന്ന കാര്യം, ഇപ്പോഴും ഞാൻ പറയാൻ വന്ന കാര്യം, ഹോസ്പിറ്റൽ അവിടെയാണ് കളി മാറിയത്. നിങ്ങളൊന്ന് ആലോചിച്ചേ, ഹോസ്പിറ്റലുകാരോട് പറഞ്ഞിരിക്കുന്ന 5ാമത്തെ നിലയിൽ നിന്ന് ചാടി എന്നാണ് പറഞ്ഞു നടക്കുന്നത്. ഇതിപ്പം കോളേജിലെ ആൾക്കാരാണോ പറഞ്ഞത്, ഇനി അവിടുത്തെ ഡോക്ടേഴ്സാണോ പറഞ്ഞത്, അതൊരു കൺഫ്യൂഷനാണ്. കാരണം നേഴ്സായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവിടെ മൊത്തം ക്ലീനൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അവരുടെ അടുത്ത് പറഞ്ഞാൽ 5ാമത്തെ നിലയെന്നാണെന്നുള്ള രീതിയില്ല. പക്ഷേ നമ്മൾ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 1ാമത്തെ നിലയിൽ അവൻ എടുത്ത് ചാടുമായിരുന്നു. 1ാമത്തെ നിലയിൽ നിന്നാണ് അവൻ എടുത്ത് ചാടിയത്. 5ാമത്തെ നിലയിലാണെങ്കിൽ നല്ല പരിക്ക് കാണും. ആ വീണയുടെ മൊത്തം കല്ല, എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഉടയേണ്ട. ഇതൊന്നും സംഭവിച്ചില്ല. അവൻ്റെ കാലിന് മാത്രം ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. കാലിന് അത്യാവശ്യം നല്ല പ്രശ്നം ഉണ്ടായിരുന്നു കാലിന്. അപ്പം അവിടെ കൊണ്ടുപോയി പിന്നെ ബ്ലഡിൻ്റെ വിഷയം, എനിക്ക് ഏറ്റവും കൂടുതൽ കലിയും ചിരിയും വരുന്നൊരു കാര്യം, ഇത് ഒരു മെഡിക്കൽ കോളേജാണ്. അവൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ബ്ലഡ് വേറെ, സർട്ടിഫിക്കറ്റ് ബ്ലഡ് വേറെ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ആ കോളേജ് എത്രമാത്രം ഇതുണ്ടെന്ന്. ഇനി എനിക്ക് ഇന്നലെ അവൻ്റെ വേറൊരു വീഡിയോ ഞാൻ വെച്ചുതരാം. പ്രിൻസിപ്പളൊക്കെ വഴക്ക് പറയുന്നുണ്ട്. നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ നിർണായകമായ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ലോൺ ആപ്പിനെ ചൊല്ലി പ്രിൻസിപ്പൽ നിതിനെ ഓഫീസിൽ ചോദ്യം ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ടീച്ചറിന്റെ നമ്പർ ഉടൻ മാറ്റണമെന്നും പണം അടയ്ക്കണമെന്നും പ്രിൻസിപ്പൽ നിതിനോട് പറയുന്നത് ഇതിൽ കേൾക്കാം. ചർച്ചയ്ക്കിടയിലും ലോൺ ആപ്പുകാർ അധ്യാപിക ലതയെ വിളിച്ചതും ആപ്പിലൂടെ പണമെടുത്ത രീതി നിതിൻ പ്രിൻസിപ്പലിന് വിവരിക്കുന്നതും ഈ CCTV ദൃശ്യങ്ങളുണ്ടാകുന്ന ദൃശ്യങ്ങളാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ളത് പോലീസ് ശേഖരിച്ചിട്ടുള്ള നിരവധി ദൃശ്യങ്ങളിൽ 4 ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ PG വിവരിച്ചതുപോലെ ഈ ദൃശ്യങ്ങൾ, ഈ കാണുന്ന നിതിനെ കാണുന്നുണ്ട്. ഈ സംഭവത്തിന് ശേഷം മിനിറ്റുകൾക്കകം നിതിൻ ജീവനൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ്, ഈ ആത്മഹത്യയിലേക്ക് ഈ കുട്ടി പോകുന്നതിന് തൊട്ട് മുമ്പ് എന്താണ് സംഭവിച്ചത്, ആ പ്രിൻസിപ്പളുടെ റൂമിൽ എന്താണ് സംഭവിച്ചത് എന്നായിരുന്നു അന്വേഷണ സംഘം തിരക്കിയത്. നേരത്തെ പറഞ്ഞതുപോലെ ജാതീയമായ അധിക്ഷേപം പഠന സ്ഥലത്ത് നേരിട്ടിരുന്നു, പലതരത്തിലുള്ള അധിക്ഷേപങ്ങൾ നേരിട്ടിരുന്നു. അതിലൊരു ആശ്വാസം, അടുപ്പം എന്ന് പറയുന്നത് ഈ ലത ടീച്ചർ മാത്രമായിരുന്നു. പക്ഷേ ആ ലത ടീച്ചറിന്റെ അടുപ്പമുള്ള, ഈ നിതിനെ വളരെ അടുപ്പമുള്ള ഈ ലത ടീച്ചറാണ് ഒടുവിൽ ലത ടീച്ചറുടെ ഫോണിലേക്ക് ഈ ലോൺ ആപ്പുകാർ വിളിക്കുകയും വളരെ മോശമായി സംസാരിക്കുകയും ചെയ്തപ്പോൾ പരാതിയുമായി പ്രിൻസിപ്പളിനെ സമീപിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് ആദ്യം ടീച്ചർ പരാതിയുമായി എത്തുന്നു. കൊച്ചിൻ്റെ ഭാഗത്തും ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ചില തെറ്റുകളൊക്കെ. ഇതൊക്കെ തെറ്റ് തന്നെയാണ്. കാരണം ടീച്ചറിൻ്റെ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു, അവൻ കൊടുത്തു. ഇടയ്ക്ക് എല്ലാ ആൾക്കാർക്കും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ലത എന്ന് പറയുന്ന അവൻ്റെ അമ്മയുടെ പേരാണ് കൊടുത്തതെങ്കിൽ ചിലപ്പോൾ ഈ ലോൺ ആപ്പ് എടുക്കുന്നവർ നമ്മുടെ കോൺടാക്റ്റിൽ എല്ലാവരും വിളിക്കാൻ ചാൻസ് ഉണ്ടാവും, അവർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ചില ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഇവൻ 3 പേരുടെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഈ പറഞ്ഞ ടീച്ചറിൻ്റെ കൊടുത്തു എന്നുള്ളത് സത്യം തന്നെയാണ്. ചിലപ്പോൾ അവരുടെ കണ്ണിൽ ചിലപ്പോൾ ശരിയായിട്ട് തോന്നിയിട്ട് എല്ലാ കാര്യത്തിനും ഇവനെ സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഈ ഒരു കാര്യം വന്നപ്പോഴത്തേക്ക് ആ സപ്പോർട്ടും മാറി. പിന്നെ ഇവൻ്റെ കുറ്റങ്ങളായി മൊത്തം. താഴെ വീണ് കഴിഞ്ഞപ്പോൾ മൊത്തം കുറ്റങ്ങളായിരുന്നു, മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം കുറ്റങ്ങളായിരുന്നു. അവിടുത്തെ സ്റ്റുഡൻസ് ആണ്, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോട് സംസാരിച്ചതാണ്. പക്ഷെ ഇനി അവിടെ എന്താണ് ആ റൂമിനകത്ത് നടന്നതിൻ്റെ കുറച്ച് വോയിസും കാര്യങ്ങളേ ഉള്ളൂ. ഇനി എന്താ സംഭവിച്ചത് നോക്കാം. പ്രിൻസിപ്പലിനെ കൂടാതെ മറ്റു 2 അധ്യാപകർ അവിടെയുണ്ട്. അവിടെ വെച്ച് തനിക്ക് നേരിടേണ്ടി വരുന്ന ഈ പ്രശ്നം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറസ്റ്റിലായ ലോൺ ആപ്പുകാർ ടീച്ചറെ വിളിക്കുകയും മോശമായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഫോൺ പ്രിൻസിപ്പൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. മേലാൽ വിളിക്കരുതെന്ന് പറയുമ്പോൾ ഇല്ല, വിളിക്കും, പണം നൽകിയാൽ മാത്രമേ വിളിക്കുള്ളൂ എന്ന് പറയുന്നു. പിന്നീട് നിതിനെ വിളിച്ചു വരുത്തുന്നു. നിതിനോട് എന്തൊക്കെയാണ് സംഭവിച്ചത്, നിതിൻ അത് എങ്ങനെയാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തത് എന്ന് പറയുന്നു. നിതിൻ അതിൽ പറയുന്നുണ്ട് താൻ ടീച്ചറിന്റെ പേര് നൽകിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ മൊബൈൽ നോക്കുമ്പോൾ പ്രിൻസിപ്പലിന്റെ മൊഴി പ്രകാരമാണെങ്കിൽ വളരെ കുറച്ച് നമ്പറുകൾ മാത്രമാണ്. അതായത് അച്ഛന്റെയും അമ്മയുടെയും പിന്നെ ഏതാനും ചില സുഹൃത്തുക്കളുടെയും, സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ 2-3 പേരുടെയും മാത്രമാണ്. പിന്നെ ഒരു അധ്യാപിക എന്ന നിലയിൽ ഈ ലളിത നമ്പർ മാത്രമാണ് ആ മൊബൈലിൽ ഉള്ളത് എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. പ്രിൻസിപ്പൽ കൊടുത്ത മൊഴി അപ്പോൾ കൊടുത്തതാണോ അതോ ഈ പറയുന്ന മൊബൈലിൽ നിന്നും മറ്റ് ഈ ലോൺ ആപ്പ് സംഘം എടുത്തതാണോ, ശേഖരിച്ചതാണോ ടീച്ചറുടെ നമ്പർ എന്ന കാര്യം വ്യക്തമല്ല. അത് അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യമാണ്. അത് അന്വേഷണത്തിൽ തെളിയേണ്ടതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവനെ നമ്പർ കൊടുത്തിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ന്യൂസിലൊന്നും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പം ഈ ന്യൂസിൽ വരുന്ന കാര്യങ്ങൾ മാത്രമല്ലാത്ത രീതിയിൽ നമുക്കറിയുന്ന ആൾക്കാർ അവരുടെ രീതിയിലൊന്നും അന്വേഷിക്കുകയൊക്കെ ചെയ്യും. ചില കാര്യങ്ങളൊക്കെ പണ്ടൊക്കെ ഞാൻ സ്ഥിരം കഴിഞ്ഞ ജനുവരി തൊട്ടൊരു ഫെബ്രുവരി, മാർച്ച്, മെയ്, ജൂൺ വരെയുള്ള കാര്യത്തിലൊക്കെ ഞാൻ അത്യാവശ്യം ഇറങ്ങി തിരിഞ്ഞ കാര്യങ്ങളൊക്കെ തപ്പുമായിരുന്നു. പിന്നെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ കൂട്ട് വേറെ കോണ്ടന്റ്, രേണുസുതി കോണ്ടന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എടുക്കാറില്ലായിരുന്നു.
ഓക്കെ, ബാക്കി കൂടെ നോക്കാം. എന്തായാലും അത് സൈബർ അന്വേഷണത്തിൽ എന്തായാലും പറയുമ്പോൾ അത് വിവരിച്ച് നൽകുന്നു. ഏറ്റവും ഒടുവിലുള്ള ദൃശ്യം എന്ന് പറയുന്നത് നിതിൻ ഈ പറയുന്ന ഓഫീസ് വിട്ട് പുറത്തു പോകുന്നതിന് മുമ്പുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് ഒരു വിചാരണയാണ്. എത്രയും വേഗം ഈ പണം അടയ്ക്കണം, അല്ലെങ്കിൽ ടീച്ചർ നമ്പർ വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കർശന നിർദ്ദേശം ഈ പ്രിൻസിപ്പൽ ഒറ്റയ്ക്ക് വിദ്യാർത്ഥി നൽകുന്നു. അപ്പോൾ ഫോൺ മേശപ്പുറത്ത് വെച്ചിട്ട് പുറത്തേക്ക് പോകുന്നു. പുറത്തുള്ള ദൃശ്യങ്ങൾ കാണുന്നത് കരഞ്ഞുകൊണ്ട് പുറത്തു പോകുന്ന നിതിനാണ്. പിന്നീട് ഏതാനും നിമിഷങ്ങൾക്കകം ആ കുട്ടി ജീവൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത്രയും മാത്രം ചിലപ്പോൾ അവനോട് വിഷമം ഉണ്ടായി കാണുമായിരിക്കും. പിന്നീട് അവനവിടെ നിർത്തി ചാടുന്നതായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പോസ്റ്റ്മോർട്ടം എവിടെ നടന്നത്. പോസ്റ്റ്മോർട്ടം നടന്നത് എവിടെയാണെന്ന് അറിയണം. ആ ഹോസ്പിറ്റലിൽ ആ പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു കേസിന് വല്ല തുമ്പും മാലും ഇല്ലാതായി പോകും. പറയാൻ മനസ്സിലായോ? അവിടെ അവനെ 1 മണിക്കൂർ തന്നെ ബ്ലഡിൻ്റെ പേരും പറഞ്ഞ് അവിടെ കിടത്തി. അവിടെ നിന്ന് 20 മിനിറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ വേറെ ഹോസ്പിറ്റലുണ്ട് പ്രൈവറ്റ്, അവിടെ കൊണ്ടുപോയാലും രക്ഷപ്പെട്ടാനെ. ഇത് കോളേജുകാരുടെ ഭാഗത്തും ഹോസ്പിറ്റലുകാരുടെ ഭാഗത്തും ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന എൻ്റെ ഒരു നേഴ്സ് ഒരു ചേട്ടനുണ്ട്. 10 വർഷം മുമ്പ് ജിമ്മി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞാൽ എത്ര കേസ് കേട്ട്, ചെറിയ ചെറിയ കേസ് കേട്ടിലൊക്കെ വന്നു കഴിയുമ്പോൾ മരുന്ന് മാറി, അത് മാറി, ഇത് മാറി, അബദ്ധം പറ്റി പോയിട്ടുണ്ട്, ജീവൻ പോയിട്ടുള്ള കഥകളൊക്കെ ഇരുന്ന് പറയുന്നത് കേൾക്കാം. അത് വർഷങ്ങൾക്ക് മുമ്പാണ്. പുള്ളി ഇപ്പോൾ എവിടാൻ ഒരു പിടുത്തമില്ല. അങ്ങനെയുള്ള കുറേ കേസ് കേട്ടുകളൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ പറ്റിയൊക്കെ സംഭവിക്കുന്നതൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആപ്പിൽ ഒതുങ്ങാതിരുന്നാൽ മാത്രം മതി. പോസ്റ്റ്മോർട്ടം നടന്ന എവിടെയാണെന്ന് കറക്റ്റായിട്ട് ഞാൻ അറിയട്ടെ. അറിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ചെയ്യാം. ബൈ, ലവ് യു ഗൈസ്.